ഹലോ എവരി വൺ, വെൽക്കം ടു എജ്യൂപോഡ്. എല്ലാവർക്കും മക്കളെ എജ്യൂപോഡ് SLC യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. യെസ്, ഇറ്റ്സ് മീ നാഫി. മക്കളെ, നിങ്ങൾ ആദ്യം വീഡിയോ ആദ്യം പറഞ്ഞ കാര്യം ഒന്ന് കമൻറ്റ് ചെയ്യട്ടോ. നിങ്ങൾ SSLC പബ്ലിക് എക്സാം എഴുതാൻ പോകുന്ന ആൾക്കാരാണ് 2025. അപ്പോൾ നിങ്ങൾക്ക് ഒരുപാട് ആളുകൾ എനിക്കിങ്ങനെ മെസ്സേജ് അയക്കുന്നുണ്ടായിരുന്നു, സാർ എനിക്ക് പഠിക്കാൻ ഒരു ടൈം ടേബിൾ സെറ്റാക്കി തരുമോ, എനിക്ക് ഇങ്ങനെ ഡെയിലി പഠിക്കണം എന്നുണ്ട്, പക്ഷേ എനിക്കൊരു എങ്ങനെ പഠിക്കണം എന്നറിയില്ല, അതിനൊരു ടൈം ടേബിൾ ഒന്ന് സെറ്റാക്കി തരുമെന്ന് ചോദിച്ചിട്ട് ഒരുപാട് ആളുകൾ മെസ്സേജ് അയച്ചിരുന്നു. അപ്പോൾ നിങ്ങൾ കമൻറ്റ് ചെയ്യേണ്ട ആദ്യത്തെ കാര്യം, നിങ്ങൾക്ക് പഠിക്കാൻ ഒരു ടൈം ടേബിളിൻ്റെ ആവശ്യമുണ്ട്. ഒരു സ്റ്റഡി ടൈം ടേബിൾ, ഓരോ ദിവസം എന്തൊക്കെ വിഷയങ്ങൾ പഠിക്കണം, എങ്ങനെയൊക്കെ പഠിക്കണം എന്നുള്ള ഒരു ടൈം ടേബിൾ നിങ്ങൾക്ക് ആവശ്യമുണ്ട്. ഉണ്ടെങ്കിൽ നിങ്ങൾ വീഡിയോ പോസ്റ്റ് ചെയ്തിട്ട് യെസ് എനിക്ക് ആവശ്യമുണ്ടെന്നുള്ള കാര്യം എന്ത് ചെയ്യുക, ഒന്ന് കമൻറ്റ് ചെയ്യട്ടോ. ഞാൻ ബാക്കി അതിൽ റിപ്ലൈ തരാം. അപ്പോൾ നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് എന്താടാ, നിങ്ങൾക്ക് നമ്മളൊരു സ്റ്റഡി ടൈം ടേബിൾ സെറ്റാക്കി തരാണ്. പക്ഷേ ഞാൻ ആദ്യം ഒരു കാര്യം പറയട്ടെ, ഇത് ഞാൻ സെറ്റ് ചെയ്തിരുന്ന ടൈം ടേബിളാണ്. നിങ്ങൾക്ക് ഏറ്റവും നല്ലത് എന്താ, നിങ്ങൾ പഠിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, നിങ്ങൾ SSLCയിൽ ഫുൾ A+ വാങ്ങാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, നിങ്ങൾ തന്നെ എന്ത് ചെയ്യുക, ഒരു ടൈം ടേബിൾ സെറ്റ് ചെയ്യുന്നതാണ് ഏറ്റവും ബെറ്റർ അല്ലേ. അപ്പം നമുക്കൊരു കാര്യം ചെയ്യാൻ ആഗ്രഹമുണ്ട്, നിങ്ങളുടെ ലക്ഷ്യം എന്താടാ, SSLCക്ക് ഫുൾ A+ വാങ്ങണം എന്നുള്ള, അതിനുള്ള ക്ലാസ്സുകളും കാര്യങ്ങളൊക്കെ നമ്മൾ തരും. പക്ഷേ എല്ലാവർക്കും എല്ലാ വിഷയവും ഈസി ആവണമെന്നുണ്ടോ? ഇല്ല, ചിലർക്ക് ചില വിഷയങ്ങൾ ഈസി ആയിരിക്കും, ചിലർക്ക് ചില വിഷയങ്ങൾ ടഫ് ആയിരിക്കും. അപ്പോൾ ചിലർ പറയാറുണ്ട് ഫിസിക്സ് കെമിസ്ട്രി ടഫാണ്, ജോഗ്രഫി ടഫാണ്, ഹിന്ദി ടഫാണെന്ന്. അപ്പോൾ നിങ്ങളുടെ ഈസി ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് ഏതൊക്കെയാണ് നന്നായിട്ട് പഠിക്കാൻ പറ്റുക, ഏതൊക്കെയാണ് പഠിക്കാൻ പറ്റാതെ നിങ്ങൾക്ക് അറിയുള്ളൂ. അപ്പോൾ ഏറ്റവും നല്ലത് നിങ്ങൾ തന്നെ ഒരു ടൈം ടേബിൾ സെറ്റ് ചെയ്യുന്നതാണ്. പക്ഷേ അത് ഒരുപാട് ആളുകൾക്ക് പറ്റുന്നില്ല എന്ന് പറഞ്ഞതുകൊണ്ട് മാത്രമാണ് ഞാൻ എന്ത് ചെയ്യുന്നത്, ഞാനായിട്ടൊരു ടൈം ടേബിൾ സെറ്റ് ചെയ്യുന്നത്. ഏറ്റവും ബെറ്റർ എന്താടാ, നിങ്ങളായിട്ടൊരു ടൈം ടേബിൾ സെറ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ ഇത് ഞാൻ എൻ്റെ കുറച്ച് റിസർച്ചും കാര്യങ്ങളൊക്കെ നടത്തിയിട്ട് ഞാൻ സെറ്റാക്കിയൊരു ടൈം ടേബിളാണ്. നമുക്ക് നോക്കാം എന്തൊക്കെയാണ് ഇത് പറയാൻ പോകുന്നത്. സോ നിങ്ങൾ SSLC പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിയാണെങ്കിൽ, നിങ്ങളുടെ ഫ്രണ്ട്സ് സർക്കിൾ SSLC പഠിക്കുന്ന ഒരുപാട് വിദ്യാർത്ഥികളുണ്ടെങ്കിൽ, അവർക്കൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക മക്കളെ, ഒന്ന് ലിങ്ക് അയച്ചു കൊടുക്കുക. കുട്ടന്മാരെ കുട്ടികളെ എല്ലാവരും എന്ത് ചെയ്യുക, ഈ വീഡിയോ ലിങ്ക് ഒന്ന് അയച്ച് എനിക്കല്ല അവർക്ക് അയച്ചു കൊടുക്കുക. കാരണം മറ്റൊന്നും കൊണ്ടല്ല, നിങ്ങളടക്കമുള്ള ഓരോ 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന വിദ്യാർത്ഥിയെയും ഫുൾ A+ എന്ന ലക്ഷ്യത്തിലേക്ക് എത്തിക്കാൻ എനിക്ക് ആഗ്രഹമുണ്ട്. നിങ്ങൾ എന്തായാലും ഫുൾ A+ നേടുന്നതാണ് എൻ്റെ മനസ്സിൽ ആഗ്രഹം. സോ അതിനുള്ള ആദ്യത്തെ പരിപാടി എന്താടാ, നന്നായിട്ട് പഠിക്കുക എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾ എല്ലാവരും എന്ത് ചെയ്യുക, വീഡിയോയുടെ ലിങ്ക് ഒന്ന് പരമാവധി ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്യുക. കഴിയുകയാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് വാട്സപ്പിൽ സ്റ്റേറ്റസ് ഒക്കെ വെക്കുക. പിന്നെ അത് മാത്രമല്ല, നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ആണ് നിങ്ങളെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. സോ ആദ്യം നിങ്ങൾ ചെയ്യേണ്ട പരിപാടി, നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു കലണ്ടർ ഒന്ന് സെറ്റ് ചെയ്യുക. അതായത് എന്ത് ചെയ്യുന്നത് വെച്ചാൽ, നമുക്കറിയാം March 1 എന്ത് നമ്മുടെ പബ്ലിക് എക്സാം എന്ന് വിചാരിക്കുക. ഡേറ്റ് കറക്റ്റ് വന്നിട്ടില്ല, നമ്മൾ അപ്രോക്സിമേറ്റ് എന്ത് ചെയ്യുന്നു, March 1 നിങ്ങളുടെ പബ്ലിക് എക്സാമാണ് നമ്മൾ ഒരു അസ്യൂം ചെയ്യുന്നു. എന്നിട്ട് March 1 വരെയുള്ള ദിവസങ്ങളെ എണ്ണം എടുക്കുക. അതൊക്കെ നിങ്ങൾ ചെയ്യണം, ഞാൻ എണ്ണി തരില്ല കേട്ടോ. March 1 വരെയുള്ള ദിവസങ്ങളുടെ എണ്ണം എടുത്തിട്ട് അതെന്ത് ചെയ്യുക, വലിയൊരു ചാർട്ടിൽ എന്ത് ചെയ്യുക, ഇങ്ങനെ എഴുതുക. ഇപ്പോൾ ഒരു 300 ദിവസമാണ്, 300 എഴുതുക. അങ്ങനെ ഓരോ ദിവസം കഴിയുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, അതിന് വെട്ടി 299 ആക്കുക, 298 ആക്കുക, അങ്ങനെ കുറച്ച് കൊണ്ടുവരണം. എന്നിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് ഒരു ലിസ്റ്റ് ഉണ്ടാക്കുക. അതായത് ഞാൻ രാവിലെ എത്ര മണിക്ക് എണീക്കും, അത് ഞാൻ പറയാൻ പോകണം കേട്ടോ. ഒരു ലിസ്റ്റ് ഉണ്ടാക്കണം. ആ ലിസ്റ്റ് നിങ്ങൾ ആദ്യം ആഡ് ചെയ്യേണ്ടത് എന്താടാ, സിറ്റ് വീക്ക്ലി റിമൈൻഡേഴ്സ് ടു യുവർ ബഡ്ജറ്റ് ടൈം. അതായത് നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഒരു വീക്ക്ലി റിമൈൻഡർ സെറ്റ് ചെയ്യുക. അതായത് ഓരോ വീക്കിലും ഓരോ ആഴ്ചയിലും ഞാൻ ജോഗ്രഫിയിലെ ഒരു ചാപ്റ്റർ കംപ്ലീറ്റ് ചെയ്യും, ഫിസിക്സിലെ അര ചാപ്റ്റർ കംപ്ലീറ്റ് ചെയ്യും, അല്ലെങ്കിൽ മാത്സിലെ 3/4 ചാപ്റ്റർ കംപ്ലീറ്റ് ചെയ്യും. അങ്ങനെ ലിസ്റ്റ് നിങ്ങൾ സെറ്റ് ചെയ്യുക. ആദ്യം ചെയ്യേണ്ടത് എന്താ, നിങ്ങളൊരു ചാർട്ടിൽ എന്ത് ചെയ്യുന്നു, വലുതാക്കിയിട്ട് March 1 പബ്ലിക് എക്സാം എന്ന് വിചാരിച്ചത് എന്ത് ചെയ്യുക, March 1 എത്ര ദിവസമുണ്ടോ, 2025 March 1 എത്ര ദിവസമുണ്ടോ അത്രയും ദിവസം നിങ്ങൾ അവിടെ എഴുതുന്നു. ഓരോ ദിവസം കഴിയുന്നതോറും ഓരോ ദിവസം ഇത് നിങ്ങൾ എന്ത് ചെയ്യുന്നു, കുറയ്ക്കുന്നു. ഇത് നിങ്ങൾ ചെയ്യേണ്ടത് എന്താ, ഒരു വീക്കിലേക്കുള്ള പ്ലാൻ സെറ്റ് ചെയ്യുക. അതായത് ഓരോ വീക്കിലും ഞാൻ എന്തൊക്കെ കംപ്ലീറ്റ് ചെയ്യണം. ചിലർക്ക് എന്ത് ചെയ്യേണ്ടി വരും, മാത്സ് ഭയങ്കര ടഫായിരിക്കും, ഒരു മാത്സ് ഒരു ചാപ്റ്റർ മൊത്തത്തിൽ കംപ്ലീറ്റ് ചെയ്യാൻ കഴിയും ഇല്ലല്ലോ. അപ്പോൾ മാത്സിന് 3/4 ചാപ്റ്റർ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ചിലർക്ക് എന്തായിരിക്കും, കെമിസ്ട്രി വളരെ ഈസി ആയിരിക്കും. അപ്പോൾ എന്ത് ചെയ്യാം, കെമിസ്ട്രി ഒരു ചാപ്റ്റർ എന്ത് ചെയ്യാം, ഒരു വീക്ക് കൊണ്ട് കംപ്ലീറ്റ് ചെയ്യാം. അങ്ങനെ നിങ്ങൾ എന്ത് ചെയ്യുക, 5 സബ്ജക്റ്റ് നിങ്ങൾ സെലക്ട് ചെയ്യുക ഒരു വീക്കിലേക്ക്. എൻ്റെ ഒരു പേഴ്സണൽ ഓപ്ഷൻ കെമിസ്ട്രി, ഫിസിക്സ്, മാത്സ്, ബയോളജി, ഹിന്ദി. ഇനി ചിലപ്പോൾ ചിലവർക്ക് എന്താണ്, ബയോളജിക്ക് കൂടുതൽ എന്ത് ചെയ്യാം, സോഷ്യൽ സയൻസ് എന്ത് ചൂസ് ചെയ്യാം. ഈ സബ്ജക്റ്റുകൾ എന്ത് ചെയ്യുക, നിങ്ങൾ ഓരോ വീക്കിലും എത്ര കംപ്ലീറ്റ് ചെയ്യുന്ന ഒരു ഗോൾ എന്ത് ചെയ്യുക, സെറ്റ് ചെയ്യുക. എന്നിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് ദിവസവും 2 ടൈം നിങ്ങൾ എന്ത് ചെയ്യുക, പഠിക്കാനായിട്ട് ചൂസ് ചെയ്യുക. ദിവസവും 2 ടൈം നിങ്ങൾ പഠിക്കാനായിട്ട് ചൂസ് ചെയ്യണം. ഒന്ന് രാത്രി 7 to 10, 2 മോർണിംഗ് 5 to 7. ഈ രാത്രി 7 to 10 ഇടയിൽ നമ്മൾ എന്തുണ്ട്, ലൈവ് ഉണ്ട്. അപ്പോൾ ലൈവിൽ എന്ത് ചെയ്യും, ആ വിഷയം കൂടെ പഠിച്ചു പോയിക്കോളൂ കേട്ടോ. അപ്പോൾ നൈറ്റ് 7 to 10 മോർണിംഗ് 5 to 7. മോർണിംഗിൽ ഈ 5 വിഷയങ്ങളിൽ നിങ്ങൾക്ക് ഏറ്റവും ടഫ് ഏതാണോ, ചിലർക്ക് എന്തായിരിക്കും, കെമിസ്ട്രി ആയിരിക്കും, ചിലർക്ക് എന്തായിരിക്കും, ഫിസിക്സ് ആയിരിക്കും, ചിലർക്ക് എന്തായിരിക്കും, മാത്സ് ആയിരിക്കും. അപ്പോൾ രാവിലെ 5 മണിക്ക് എണീറ്റ് എന്ത് ചെയ്യുക, ഏറ്റവും ടഫായിട്ടുള്ള വിഷയങ്ങൾ എന്ത് ചെയ്യുക, രാവിലെ പഠിക്കുക. രാത്രി നിങ്ങൾ ലൈവ് തീർന്നതിന് ശേഷം ആ ലൈവിലെ സബ്ജക്റ്റ് ഏതാണോ, നമ്മൾ ആഴ്ചയിൽ 6 ദിവസം നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ലൈവ് തരുന്നുണ്ട്, ആ ലൈവിലെ സബ്ജക്റ്റ് ഏതാണോ അത് നിങ്ങൾ എന്ത് ചെയ്യുക, പഠിക്കുക. ഓക്കെ, ഇപ്പോൾ ഇന്ന് ജോഗ്രഫിയുടെ ലൈവാണെങ്കിൽ രാത്രി നിങ്ങൾ എന്ത് ചെയ്യുക, ജോഗ്രഫി പഠിക്കുക. ഇനി
എന്താണ് രാത്രി നിങ്ങൾക്ക് ഹിസ്റ്ററി ആണെങ്കിൽ ഹിസ്റ്ററി പഠിക്കുക. അങ്ങനെ നിങ്ങൾ എന്ത് ചെയ്യുക, എല്ലാ ദിവസവും രാത്രിയും അതേപോലെ രാവിലെ എന്ത് ചെയ്യുക, പഠിക്കുക. പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, നിങ്ങൾ 7 മണിക്കൂർ നിർബന്ധമായിട്ട് ഉറങ്ങണം കേട്ടോ. അനാവശ്യമായിട്ട് ഫോണിൽ കളിച്ചിരിക്കരുത്. രാത്രി 10 മണി മുതൽ രാവിലെ 5 മണി വരെ നിങ്ങൾ കൃത്യമായിട്ട് എന്ത് ചെയ്യുക, 7 മണിക്കൂർ ഉറങ്ങുക എന്നുള്ളത് നിങ്ങൾ വളരെ അത്യാവശ്യം. കാരണം ഉറക്കം എന്ത് ചെയ്യും, മെമ്മറി പവർ കൂട്ടാൻ സഹായിക്കും. മക്കളെ ഓർത്ത് വെക്കണേ, ഉറക്കം മെമ്മറി പവർ കൂട്ടാൻ സഹായിക്കും. അപ്പോൾ നിങ്ങൾ പ്രോപ്പറായിട്ട് ഉറങ്ങിയിട്ടില്ല എന്താ സംഭവിക്കുക, നിങ്ങൾ കുത്തിയിരുന്ന് പഠിക്കും, പക്ഷേ പഠിച്ച കാര്യങ്ങൾ എന്ത് ചെയ്യടാ, ഓർമ്മയിൽ വരില്ല, നിങ്ങൾ മറന്നു പോകും. മക്കളെ ഉറങ്ങാത്തത് കൊണ്ട് നിങ്ങൾക്ക് മറവി ഉണ്ടാവരുത്. അപ്പോൾ നിങ്ങൾ നിർബന്ധമായിട്ട് എന്ത് ചെയ്യുക, രാത്രി പഠിക്കുക. പിന്നെ എന്ത് ചെയ്യുക, ഹോളിഡേയ്സ് ഉണ്ടല്ലോ നിങ്ങൾക്ക്, ഇപ്പം സൺഡേയ്സും അതേപോലെ തന്നെ സാറ്റർഡേയ്സും ഒക്കെ ഹോളിഡേയ്സ് ഉണ്ട്. ആ ഹോളിഡേയ്സിൽ വേണമെങ്കിൽ ഇതൊരു ഓപ്ഷനാണ്, വേണമെങ്കിൽ എന്ത് ചെയ്യാം, നിങ്ങൾക്ക് കുറച്ചധികം സമയം എന്തിനായിട്ട് മാറ്റി വെക്കാം, പഠിക്കാനായിട്ട് മാറ്റിവെക്കാം. പിന്നെ അടുത്തത് എന്താടാ, നമുക്ക് അടുത്ത് വരുന്ന എക്സാം ഏതാണ്, ഓണം എക്സാം ആണല്ലേ. അടുത്ത് വരുന്ന എക്സാം ഏതാ, സെപ്റ്റംബർ നടക്കുന്ന ഓണം എക്സാം ആണല്ലേ. ആ ഓണം എക്സാമിന് നിങ്ങളൊരു ഗോൾ സെറ്റ് ചെയ്യുക. എന്താ ഓണം എക്സാമിൻ്റെ ഗോള്, ഫുൾ A+. ഇപ്പോൾ ഫുൾ A+ എന്നെ കൊണ്ട് നേടാൻ പറ്റില്ല എന്ന് വിചാരിക്കുന്നുണ്ടെങ്കിൽ ഈ ഒരു വിഷയങ്ങൾ, അതായത് കെമിസ്ട്രി, ഫിസിക്സ്, മാത്സ്, ബയോളജി, ഹിന്ദി, ഈ വിഷയങ്ങളിലെങ്കിലും നിങ്ങൾ എന്ത് ചെയ്യുക, A+ വാങ്ങുന്നുള്ളൊരു ദൃഢനിശ്ചയം നിങ്ങൾ എന്ത് ചെയ്യുക, മനസ്സിലേക്ക് കരുത് കേട്ടോ. പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഹിന്ദിക്ക് പകരം എന്ത് ചെയ്യാം, ഇംഗ്ലീഷ് ചൂസ് ചെയ്യാം കേട്ടോ. അല്ലെങ്കിൽ ഹിന്ദി ഇംഗ്ലീഷ് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ടൈം എടുത്ത് ചൂസ് ചെയ്യാം. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം, ഒരു അജണ്ട, അതായത് ആദ്യത്തെ നിങ്ങളുടെ അജണ്ട അല്ലെങ്കിൽ ആദ്യത്തെ ലക്ഷ്യം എന്താ, ഓണം എക്സാമിന് മികച്ച മാർക്ക്, ഫുൾ A+ തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, പരിശ്രമിക്കുക. അല്ലെങ്കിൽ ഒരു 5 A+ നിങ്ങൾ എന്ത് ചെയ്യുക, നേടാനായിട്ട് പരിശ്രമിക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക, അതിനുവേണ്ടി ദിവസവും രാത്രി 7 മുതൽ 10 വരെ അല്ലെങ്കിൽ രാവിലെ 5 മുതൽ 7 വരെ നിങ്ങൾ എന്ത് ചെയ്യുക, പഠിക്കുക. പഠിക്കുമ്പോൾ നിങ്ങൾ ചെയ്യേണ്ട കാര്യം, കെമിസ്ട്രി, ഫിസിക്സ്, മാത്സ് നിർബന്ധമായിട്ട് നിങ്ങൾ പഠിക്കണം. പിന്നെ ബയോളജി അല്ലെങ്കിൽ സോഷ്യൽ സയൻസ് അല്ലെങ്കിൽ ഹിന്ദി അല്ലെങ്കിൽ ഇംഗ്ലീഷ്. ഇപ്പോൾ ഒരു ദിവസം നിങ്ങൾ ബയോളജി പഠിച്ചാൽ അടുത്ത ദിവസം നിങ്ങൾ എന്ത് ചെയ്യുക, സോഷ്യൽ സയൻസ് പഠിക്കുക. ഒരു ദിവസം ഹിന്ദി പഠിച്ചാൽ അടുത്ത ദിവസം നിങ്ങൾ എന്ത് ചെയ്യുക, ഇംഗ്ലീഷ് പഠിക്കുക. പക്ഷേ എല്ലാ ദിവസവും രാവിലെ നിങ്ങൾ എന്ത് ചെയ്യണം, കെമിസ്ട്രി, ഫിസിക്സ്, മാത്സ് നിർബന്ധമായിട്ടും പഠിച്ചിരിക്കണം കേട്ടോ. പിന്നെ നിങ്ങൾ ചെയ്യേണ്ടത്, ഓരോ സ്റ്റഡി സെഷൻ ഇപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുകയാണ്, ഇന്ന് രാത്രി അല്ലെങ്കിൽ ഇന്ന് രാവിലെ 5 മണി മുതൽ 7 മണി വരെ പഠിക്കാനിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾ ഒരു എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ ജോഗ്രഫിയാണ് പഠിക്കാൻ എടുക്കുന്നത് വിചാരിക്കുക, എക്സാമ്പിൾ ആട്ടോ. അപ്പോൾ നിങ്ങൾ ജോഗ്രഫിയിലെ ഫസ്റ്റ് ചാപ്റ്റർ പഠിക്കാൻ പോകുക. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം, ഫസ്റ്റ് ചാപ്റ്റർ ഫസ്റ്റ് പഠിക്കുന്ന ടോപ്പിക്കാണ് എന്ത്, റീസൺസ് ബിഹൈൻഡ് ദി സീസൺസ്. അപ്പോൾ നിങ്ങൾ ആദ്യം ഒന്ന് മനസ്സിലാക്കുക, ഇന്ന് രാവിലെ ഞാൻ പഠിക്കാനിരിക്കുമ്പോൾ ഫസ്റ്റ് ചാപ്റ്ററിലെ ഫസ്റ്റ് ടോപ്പിക്ക് ഞാൻ കംപ്ലീറ്റ് ചെയ്യും. ഫസ്റ്റ് ചാപ്റ്ററിലെ ഫസ്റ്റ് ടോപ്പിക്ക് ഞാൻ കംപ്ലീറ്റ് ചെയ്യുന്നുള്ള ഒരു കോൺഫിഡൻസോടുകൂടി നിങ്ങൾ എന്ത് ചെയ്യുക, പഠിക്കുക. അങ്ങനെ ഓരോ ദിവസവും നിങ്ങൾ പഠിക്കാനിരിക്കുന്നതിന് മുമ്പ് അന്ന് എത്ര ടോപ്പിക്ക് ഞാൻ പഠിച്ചു തീർക്കണം, അല്ലെങ്കിൽ എത്ര ടോപ്പിക്ക് ഞാൻ ഫുള്ളാക്കണം എന്നുള്ള കാര്യം കറക്റ്റായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, കറക്റ്റായിട്ട് എന്ത് ചെയ്യുക, കാൽക്കുലേറ്റ് ചെയ്യുക. എന്നിട്ട് അതിനനുസരിച്ച് എന്ത് ചെയ്യുക, പണിയെടുക്കുക. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് എന്ത്, എലിമിനേറ്റ് ഡിസ്ട്രാക്ഷൻസ്. അല്ലേ, നിങ്ങൾക്കറിയാം നിങ്ങളുടെ മനസ്സിൽ എന്തുണ്ടാവും, നിങ്ങളിങ്ങനെ കഷ്ടപ്പെട്ട് പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് ഫോണിലിങ്ങനെ പീപ്പ് പീപ്പ് എന്ന് പറഞ്ഞൊരു ഫോൺ എന്ത് ചെയ്യും, ബീപ്പ് അടിക്കും. നിങ്ങൾക്ക് ഫോൺ എടുക്കാൻ ടെൻഡൻസി ഉണ്ടാവും. പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരിക്കലും നിങ്ങൾ എന്ത് ചെയ്യരുത്, ഫോൺ എടുക്കരുത്. പക്ഷെ അവിടെ ഫോൺ എടുക്കാം എപ്പോൾ, നമ്മുടെ യൂട്യൂബ് ലൈവ് നോക്കാൻ. ഇപ്പോൾ നിങ്ങൾക്ക് ഏതൊരു ടോപ്പിക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ ആ ടോപ്പിക്കിൻ്റെ ലൈവ് നോക്കാൻ, അത്തരം കാര്യങ്ങൾ മാത്രം ഫോൺ എടുക്കുക. ഫോൺ എടുക്കുമ്പോൾ യൂട്യൂബ് മാത്രം എടുക്കുക. ഒരു കാരണവശാലും ഇൻസ്റ്റഗ്രാം, നിങ്ങൾ ഏറ്റവും കൂടുതൽ സമയം കൊണ്ടുപോകുന്നത് ആരാടാ, ഇൻസ്റ്റഗ്രാമാണ്. പിന്നെ വെറുതെ പഠിക്കുന്ന കാര്യം ഫോട്ടോ എടുത്ത് സ്നാപ്ചാറ്റിൽ ഇടാൻ ഫോൺ എടുക്കരുത്. നിങ്ങൾ യൂട്യൂബും അല്ലെങ്കിൽ പഠിക്കാനുള്ള ആവശ്യങ്ങൾക്ക് മാത്രമായിട്ട് എന്ത് ചെയ്യുക, ഫോൺ എടുക്കുക. ഡിസ്ട്രാക്ഷൻസ് ഇറങ്ങാൻ എന്താ, നിങ്ങളെ പഠനത്തിൽ നിന്ന് പിന്തിരിക്കുന്ന എന്തോ ആവാട്ടോ. അതായത് ഫോൺ ആവാം, അല്ലെങ്കിൽ ടി വി, ചിലപ്പോൾ എന്തെങ്കിലും വീട്ടുകാരെന്ത് ചെയ്യാണ്, ടി വിയിൽ എന്തെങ്കിലും സീരിയലോ സിനിമയോ സീരീസോ കാണുമ്പോൾ വോളിയം കൂട്ടി വെക്കുകയാണ്. നിങ്ങൾ എന്ത് ചെയ്യും, നിങ്ങളുടെ പഠനത്തിൽ എന്തായി പോകും, ഡിസ്ട്രാക്റ്റഡ് ആയി പോകും. അപ്പോൾ അവരോട് എന്ത് പറയാം, വോളിയം ഒന്ന് കുറച്ച് വെക്കും. അല്ലെങ്കിൽ എന്താണ്, നിങ്ങളുടെ വീട്ടിൽ നിന്ന് നല്ല മണമുള്ള ഫുഡ് ഉണ്ടാക്കുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യും, പഠിക്കുന്ന സമയത്താണ് ഫുഡ് ഉണ്ടാക്കുന്നതെങ്കിൽ എന്ത് ചെയ്യും, നിങ്ങൾ ഡിസ്ട്രാക്റ്റഡ് ആയി പോകും. അപ്പോൾ അത്തരത്തിൽ നിങ്ങളുടെ ഡിസ്ട്രാക്ഷൻ, നിങ്ങളുടെ പഠനത്തിൽ നിന്ന് മാറ്റുന്നത് അല്ലെങ്കിൽ നിങ്ങളോട് പഠിക്കേണ്ട എന്ന് പറയുന്നത് എന്താണോ അത് നിങ്ങൾ എന്ത് ചെയ്യുക, മാറ്റി നിർത്തുക കേട്ടോ. അടുത്ത എന്താടാ, ഇത് മാത്രം പോരാ, നിങ്ങൾ എന്ത് കൂടി വേണം, മേക്ക് ടൈം ടു ഹാവ് ഫൺ ആൻഡ് ഫോർ യുവർ സെൽഫ്. അതായത് ഫുൾ ടൈം പഠിക്കരുത്, ഞാൻ ആദ്യമേ പറയാണ്, ഫുൾ ടൈം പഠിക്കരുത്. നിങ്ങൾ എന്ത് ചെയ്യണം, വീട്ടുകാരോട് സംസാരിക്കണം, വീട്ടിലെ ചെറിയ കുട്ടികളുണ്ട് അവരോട് സംസാരിക്കണം, വീട്ടുകാരുടെ കൂടെ ഇടയ്ക്ക് ഒന്ന് പുറത്തു പോകണം. അങ്ങനെ നിങ്ങൾക്കൊരു മാനസികമായൊരു സന്തോഷം, അല്ലെങ്കിൽ മാനസികമായിട്ട് ഓക്കെ ആവാം. നമ്മുടെ മനസ്സ് എന്താണ്, ഹാപ്പി ആയാൽ മാത്രമേ നമ്മൾ പഠിക്കുന്ന കാര്യങ്ങൾ അടിപൊളിയായിട്ട് നമുക്ക് പഠിക്കാൻ പറ്റുള്ളൂ. നമ്മൾ സങ്കടപ്പെട്ടേക്കുമ്പോൾ അതായത് നമ്മുടെ മനസ്സിൽ ടെൻഷൻ ഉണ്ടാകുമ്പോൾ നമുക്ക് എന്താ ചെയ്യുക, നമുക്ക് പ്രോപ്പറായിട്ട് പഠിക്കാൻ പറ്റില്ല. സോ നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങളുടെ സന്തോഷം, നിങ്ങൾ ഹാപ്പി ആയിരിക്കേണ്ട കാര്യങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യുക, കണ്ടെത്തുക. അത് വീട്ടുകാരുടെ കൂടെ പുറത്ത് പോക്കാക്കാം, അല്ലെങ്കിൽ എന്താടാ നിങ്ങൾ ഫുഡ് കഴിക്കാൻ പോവുക, അല്ലെങ്കിൽ ഫ്രണ്ട്സിനോട് സംസാരിക്കുക, അതിനുള്ള സമയം കൂടി നിങ്ങൾ എന്ത് ചെയ്യണം, കണ്ടെത്തണം. പിന്നെ ഫൈൻ സപ്പോർട്ടില്ല. ഇപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാണ്, കെമിസ്ട്രിയുടെ ഫസ്റ്റ് ചാപ്റ്റർ പഠിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഏതൊരു ടോപ്പിക്ക് ഇപ്പോൾ ഡൗട്ട് വന്നു, അപ്പോൾ നിങ്ങൾ എന്ത് യൂട്യൂബിൽ സെർച്ച് ചെയ്യുക, SLC കെമിസ്ട്രിയിലെ എജുപോഡ് SLC കെമിസ്ട്രി ചാപ്റ്റർ വന്ന് അടിച്ചാൽ നമ്മുടെ മുർഷിൻ്റെ ക്ലാസ് വരും. ആ ക്ലാസ് നിങ്ങളൊന്ന് കാണുന്നു, ആ ഡൗട്ട് എന്ത് ചെയ്യുന്നു, ക്ലിയർ ചെയ്യുന്നു. അപ്പോൾ സപ്പോർട്ടില്ലേ, നമ്മുടെ ലൈവുകളൊക്കെ യൂട്യൂബ് ചാനൽ അവൈലബിൾ ആണ്. നിങ്ങൾ എന്ത് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. സപ്പോർട്ട് എന്ത് ചെയ്യുന്നത്, തേടുക. ഇനി ഏറ്റവും വലിയ സപ്പോർട്ട് എജുപോഡിൻ്റെ ആപ്പിലൂടെ കിട്ടും. പക്ഷേ അത് പെയ്ഡ് വേർഷനാണ്. നമ്മൾ പെയ്ഡ് ബാച്ചിൻ്റെ കാര്യങ്ങളൊക്കെ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, നമ്മുടെ പെയ്ഡ് ബാച്ചിൽ ജോയിൻ ചെയ്യുമ്പോൾ അതിൻ്റെതായിട്ടുള്ള എക്സ്ട്രാ സപ്പോർട്ട് കൂടി നിങ്ങൾക്ക് എന്ത് കിട്ടും. അപ്പോൾ ഡൗട്ടൊക്കെ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക,
തീർക്കുക കേട്ടോ. പിന്നെ പ്രയോറിറ്റൈസ് ഇവൻറ്റ്സിൽ അപ്പോൾ നമുക്കറിയാം നമ്മൾ പഠിക്കാനിരിക്കുമ്പോഴായിരിക്കും എന്ത് ചെയ്യുക അപ്പുറത്തെ വീട്ടിൽ പരിപാടി വരിക, അല്ലെങ്കിൽ എന്ത് ചെയ്യുക എന്തെങ്കിലുമൊക്കെ പ്രോഗ്രാംസ് വരിക. അപ്പോൾ നിങ്ങൾ എല്ലാ പ്രോഗ്രാമിനും പോകണം എന്ന് ഞാൻ പറയുന്നില്ല, പോകണമെന്ന് പറയുന്നില്ല. തൊട്ട അയൽവാസിയുടെ കല്യാണമാണെങ്കിൽ നിങ്ങളോട് എന്ത് ചെയ്യണം, പോകണം. എന്നാൽ നിങ്ങൾക്ക് അറിയാത്ത ഒരാളുടെ കല്യാണമാണെങ്കിൽ നിങ്ങൾ പോകേണ്ട ആവശ്യമുണ്ടോ? അല്ലെങ്കിൽ തൊട്ടടുത്ത കസിൻ്റെ കല്യാണമാണെങ്കിൽ നിങ്ങൾ പോകണം. കസിൻ്റെ ഫ്രണ്ടിൻ്റെ അനിയൻ്റെ മോൻ്റെ കല്യാണമാണെങ്കിൽ നിങ്ങൾ പോകേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. അപ്പോൾ എന്താണ്, നിങ്ങൾ ഏതൊക്കെ പരിപാടിക്ക് നിങ്ങൾ പോകണം, ഏതൊക്കെ പരിപാടിക്ക് നിങ്ങൾക്ക് പോകേണ്ട നിങ്ങൾ എന്ത് ചെയ്യണം, മനസ്സിലാക്കി വെക്കണം അല്ലേ. അപ്പോൾ ചിലവർ എന്ത് ചെയ്യും, ഏതോ വിദൂര ദേശത്തുള്ള ഒരാളുടെ കല്യാണത്തിന് നിങ്ങൾ പോയില്ലെങ്കിൽ ഒരു പ്രശ്നമില്ല. അപ്പം നിങ്ങൾ പോവേണ്ടത് ഏതൊക്കെ പരിപാടിക്കാണ്, പോവേണ്ടാത്തത് ഏതൊക്കെ പരിപാടിക്കാണ് കറക്റ്റാക്കി എന്ത് ചെയ്യുക, സെറ്റാക്കി വെക്കുക. പിന്നെ ടേക്ക് ഒക്കേഷണൽ ബ്രേക്ക്. അതായത് ഞാൻ പറഞ്ഞു നിങ്ങൾ 3 മണിക്കൂർ പഠിക്കാനിരിക്കുകയാണ്. ഫസ്റ്റത്തെ 1 മണിക്കൂർ പഠിക്കാനിരിക്കുന്നു, 10 മിനിറ്റ് ബ്രേക്ക് എടുക്കുന്നു. രണ്ടാമത്തെ 1 മണിക്കൂർ പഠിക്കാനിരിക്കുന്നു, 10 മിനിറ്റ് ബ്രേക്ക് എടുക്കുന്നു. മൂന്നാമത്തെ 1 മണിക്കൂർ പഠിക്കാനിരിക്കുന്നു, പിന്നെ അവിടെ അങ്ങോട്ട് ബ്രേക്ക് തന്നെയാണല്ലോ. അപ്പോൾ എന്താണ്, കറക്റ്റായിട്ട് ഉറങ്ങുക, അതേപോലെ പ്രോപ്പർ ബ്രേക്ക് വേണം. അല്ലെങ്കിൽ എന്താണ് സംഭവിക്കുക, ഒരു ഗ്യാപ്പിൽ നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് 3 മണിക്കൂർ പഠിക്കാൻ നിങ്ങൾ എന്ത് ചെയ്യും, നിങ്ങളുടെ തല ആകെ പെരുക്കും. മക്കളെ 1 മണിക്കൂർ പഠിച്ചതിന് ശേഷം കറക്റ്റായിട്ട് മക്കളെ നിങ്ങൾ എന്ത് ചെയ്യുക, 10 മണിക്കൂർ നിങ്ങൾ എന്ത് ചെയ്യണം, ബ്രേക്ക് എടുത്തേ പറ്റൂ. കറക്റ്റായിട്ട് 10 മണിക്കൂറല്ല കേട്ടോ, 10 മിനിറ്റാണ്, മണിക്കൂർ എടുക്കല്ലേ. ഞാൻ നാക്കിലൊരു പിഴ വന്നു പോയതാണ്, 10 മണിക്കൂറല്ല 10 മിനിറ്റാണ്. ശ്രദ്ധിക്കുക. ഈ ഭാഗം മാത്രം കട്ട് ചെയ്ത് നിങ്ങൾ പാരൻസിനെ കേൾപ്പിക്കരുത് കേട്ടോ. 10 മിനിറ്റ് മാത്രം ബ്രേക്ക് എടുക്കാൻ പറഞ്ഞിട്ടുള്ളേ. 1 മണിക്കൂർ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ 10 മിനിറ്റ് ബ്രേക്ക് എടുക്കുക, പിന്നെ അടുത്തൊരു മണിക്കൂർ പഠിക്കുക, പിന്നെ ഒരു 10 മിനിറ്റ് ബ്രേക്ക് എടുക്കുക. അങ്ങനെ നിങ്ങൾ പഠിക്കാൻ തയ്യാറാണെങ്കിൽ നിങ്ങൾക്ക് ഫുൾ A+ കിട്ടും. സപ്പോർട്ട് വേണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, എജ്യൂപോഡിൻ്റെ ആപ്പിൽ ജോയിൻ ചെയ്ത് നിങ്ങൾക്ക് അവിടെ ഫുൾ ടൈം സപ്പോർട്ട് ഉണ്ടാവും. നിങ്ങൾക്ക് ആപ്പിൽ ജോയിൻ ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ യൂട്യൂബിൽ ലൈവ് ക്ലാസ്സുകളൊക്കെ അവൈലബിൾ ആണ്. അതൊക്കെ നോക്കി നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു സപ്പോർട്ട് തേടുക. ഓക്കെ ആണല്ലോ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യുക, സെറ്റാക്കി വെക്കുക. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ ആദ്യം ചെയ്യേണ്ട പരിപാടി എന്താ, വീഡിയോക്ക് കമൻറ്റ് ഇടണം. അടുത്തത് എന്താണ് നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങൾ മാർച്ച് 1 എന്നുള്ളൊരു ഡേറ്റ് പബ്ലിക് എക്സാമിന് കണ്ടിട്ട് എന്ത് ചെയ്യുക, നിങ്ങൾ ആ ഡേയ്സിൻ്റെ എണ്ണം നോക്കിയിട്ട് കറക്റ്റായിട്ട് വീണ്ടും നിങ്ങൾ ഉറങ്ങി എണീക്കുമ്പോൾ നേരെ കാണേണ്ട എന്താവണം, ആ ഡേയ്സ് ആവണം. അപ്പോൾ അതനുസരിച്ച് നിങ്ങൾ കറക്റ്റായിട്ട് എന്ത് ചെയ്യുക, പഠിക്കുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, രാത്രി 7 to 10, മോർണിംഗ് 5 to 7 ഈ 2 ടൈമും നിങ്ങൾ എന്ത് ചെയ്യുക, ചൂസ് ചെയ്യുക. പിന്നെ പഠിക്കുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ഓരോ ദിവസവും എത്ര പഠിക്കണം, എന്ത് പഠിക്കണം കറക്റ്റായിട്ട് സെറ്റ് ചെയ്യണം. ഞാൻ പേഴ്സണൽ ഒപ്പീനിയൻ പറയുന്നത് ഈ ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ്, ബയോളജി അല്ലെങ്കിൽ SS, ഹിന്ദി അല്ലെങ്കിൽ ഇംഗ്ലീഷ്, ഇതിന് കൂടുതൽ സമയം കൊടുക്കാനാണ്. അപ്പോൾ നിങ്ങൾ കറക്റ്റായിട്ട് ഈ ഒരു കാര്യം ഫോളോ ചെയ്യാൻ തയ്യാറാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, അടിപൊളിയായിട്ട് പഠിക്കാൻ പറ്റും. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താ, പഠിക്കാനിരിക്കുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം എന്താ, ഡിസ്ട്രാക്ഷൻ വരും. നമ്മളിങ്ങനെ പഠിക്കാനിരിക്കുമ്പോഴായിരിക്കും ചിലപ്പം ആരെങ്കിലും ഒന്ന് വിളിക്കുക, അല്ലെങ്കിൽ വീട്ടിൽ നിന്ന് പരിപാടി ഉണ്ടാവും. അങ്ങനെയൊക്കെ നമുക്ക് എന്ത് വരും, ഡിസ്ട്രാക്ഷൻസ് വരും. അപ്പോൾ ഡിസ്ട്രാക്ഷൻസിനോട് നോ പറഞ്ഞിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, പഠനത്തിൽ കോൺസെൻട്രേറ്റ് ചെയ്ത് പഠിക്കാൻ തയ്യാറാണെങ്കിൽ മക്കളെ നിങ്ങൾക്ക് എന്തുറപ്പാണ്, ഫുൾ A+ ഉറപ്പാണ്. അപ്പോൾ ഈ ഒരു കാര്യം നിങ്ങൾ ഫോളോ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, താഴെ കമൻറ്റ് ചെയ്യുക, ഞാനിത് ഫോളോ ചെയ്യാൻ റെഡിയാണെന്ന്. എന്നിട്ടൊരു 2 വീക്സ് നിങ്ങൾ എന്ത് ചെയ്യുക, ഫോളോ ചെയ്ത് നോക്കുക. 2 വീക്സ് ഫോളോ ചെയ്തിട്ട് നിങ്ങളിത് പിന്നെ സെറ്റായി, ഇതെനിക്ക് നല്ല അടിപൊളിയായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ വീണ്ടും തിരിച്ചു വന്ന് എന്ത് ചെയ്യുക, വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യുക, അല്ലെങ്കിൽ നിഹാൽ ദി സ്റ്റോറി ടെല്ലർ എന്ന ഇൻസ്റ്റഗ്രാം പേജിലേക്ക് നിങ്ങൾ എന്ത് ചെയ്യുന്ന മെസ്സേജ് അയക്കുക. ഇപ്പോഴേ മെസ്സേജ് അയക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ എന്താ ചെയ്യേണ്ടത്, ഈ ഒരു പരിപാടി അല്ലെങ്കിൽ ഈ ഒരു പ്രോഗ്രാം അല്ലെങ്കിൽ ഞാനിപ്പം പറഞ്ഞിട്ട് ഈ ഒരു പ്ലാൻ നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു 2 വീക്ക് നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് ഫോളോ ചെയ്യുക. 2 വീക്ക് ഒന്ന് ഫോളോ ചെയ്തതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യുക, നിഹാൽ ദി സ്റ്റോറി ടെല്ലർ എന്ന ഇൻസ്റ്റഗ്രാം പേജിലേക്ക് എന്ത് ചെയ്യുക, ഒന്ന് മെസ്സേജ് ചെയ്യുക, ഹായ് എൻ്റെ പേര് ഇതാണ്, ഞാൻ ഈ ക്ലാസ്സിലാണ് പഠിക്കുന്നത്, സാറ് പറഞ്ഞ വീഡിയോയിലുള്ള കാര്യങ്ങൾ 2 ആഴ്ച ഫോളോ ചെയ്തപ്പോൾ എനിക്ക് ഒരുപാട് മാറ്റങ്ങൾ വന്നു. അങ്ങനെ കറക്റ്റായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, കാര്യങ്ങളൊക്കെ പറയാൻ തയ്യാറാണെങ്കിൽ അടിപൊളിയായിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഫുൾ A+ വാങ്ങാൻ പറ്റും കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ കറക്റ്റായിട്ട് കമൻറ്റ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായിട്ട് അടുത്ത ആഴ്ചയിൽ അല്ലെങ്കിൽ മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. സോ ഇന്നത്തെ ലൈവ് മറക്കണ്ട, ലൈവിലേക്ക് എല്ലാവരും കറക്റ്റായിട്ട് എത്തിട്ടോ. ഓക്കെ, അപ്പോൾ മക്കളെ അടിപൊളിയായിട്ട് പഠിക്കുക. ഇതിൻ്റെ കറക്റ്റ് ഫോളോ അപ്പ് നിങ്ങൾ എനിക്ക് നിഹാൽ ദി സ്റ്റോറി ടെല്ലർ എന്ന ഇൻസ്റ്റാഗ്രാം പേജിലൂടെയോ അല്ലെങ്കിൽ വീഡിയോക്ക് താഴെ കമൻറ്റ് ആയിട്ടോ നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് അയച്ചു തരണേ. വീണ്ടും കാണാം. അതിലേക്കും ബൈ.